UAE എക്സ്ചേഞ്ച് പ്രവാസി ലോകത്തിലേക്ക് സ്വാഗതം. പ്രവാസികളുടെ എണ്ണത്തെ സംബന്ധിച്ച ഒരു കണക്കുകളും സർക്കാരിന്റെ കയ്യിലില്ല എന്നത് നമ്മളെയൊക്കെ വേദനിപ്പിക്കുന്ന ഒരു വസ്തുത തന്നെയാണ്. വന്യജീവികൾക്ക് പോലും കൃത്യമായ എണ്ണം ലഭ്യമാണെന്നിരിക്കെ പ്രവാസികളെ സംബന്ധിച്ച് വിവരശേഖരണം നടത്താൻ സർക്കാർ ഇതുവരെയും മെനക്കെട്ടിട്ടില്ല. പുനരധിവാസ പദ്ധതികളും രൂപം നൽകണമെങ്കിൽ ആദ്യം വേണ്ടത് പ്രവാസികളെ സംബന്ധിച്ചുള്ള സമഗ്രമായ ഒരു വിവരശേഖരണമാണെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ ആഴ്ചയിലെ UAE എക്സ്ചേഞ്ച് പ്രവാസി ലോകം ഇവിടെ ആരംഭിക്കുന്നു. നവംബർ മാസം അവസാനം മുതൽ തൊഴിൽ താമസ നിയമലംഘകരെ പിടികൂടാൻ ജിദ്ദയിലെ മുഴുവൻ ഡിസ്ട്രിക്റ്റുകളിലും പരിശോധന നടത്താൻ ജിദ്ദ ഗവർണർ പോലീസിന് നിർദ്ദേശം നൽകി. ബന്ധപ്പെട്ട വകുപ്പുകളുമായി സഹകരിച്ചായിരിക്കും പരിശോധന നടക്കുക. നിയമലംഘനങ്ങൾ ഇല്ലാതാക്കുക ഇതിലൂടെ ലക്ഷ്യമിടുന്നതെന്നും ഇതിന് നേതൃത്വം നൽകുന്ന ഉദ്യോഗസ്ഥൻ പറഞ്ഞു. തൊഴിൽ താമസ നിയമലംഘകർക്ക് സഹായം നൽകരുതെന്ന് കമ്പനികളെയും സ്ഥാപനങ്ങളെയും അറിയിച്ചിട്ടുണ്ട്. നിയമലംഘനം കണ്ടാൽ ശിക്ഷാ നടപടികളും ഉണ്ടാകുമെന്ന് മുന്നറിയിപ്പുണ്ട്. കുവൈറ്റിൽ താമസരേഖകളില്ലാതെ കുടുങ്ങിക്കിടക്കുന്ന 29,000-ഓളം ഇന്ത്യക്കാരെ ഉടൻ തിരിച്ചെത്തിക്കുമെന്ന പ്രഖ്യാപനം നടത്തി കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി ജനറൽ VK സിംഗ് മടങ്ങിയിട്ട് 1.5 മാസം പിന്നിട്ടിട്ടും ഈ കാര്യത്തിൽ നടപടിയൊന്നും ഉണ്ടായിട്ടില്ല. വിഷയത്തിൽ വേണ്ടത് ചെയ്യാമെന്ന് കുവൈറ്റ് ഭരണകൂടം ഉറപ്പു നൽകിയിട്ടുണ്ടെന്ന് ഇന്ത്യൻ എംബസിയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചിരുന്നു. തുടർന്ന് നടപടികൾ ഇല്ലാത്തതിനാലോ മന്ത്രിയുടെ പ്രഖ്യാപനങ്ങൾ പൊള്ളയായിരുന്നതിനാലോ തൊഴിലാളികൾ ഇപ്പോഴും പോലീസിനെ പേടിച്ച് ഭീതിയോടെ തൊഴിലിടങ്ങളിൽ കഴിയുന്ന സ്ഥിതിയാണുള്ളത്. കഴിഞ്ഞ വർഷം ജൂലൈ 8-ാം തീയതി ഹോസ്പിറ്റൽ ക്ലീനിംഗ് സ്റ്റാഫായി സൗദിയിലെ അബഹയിലേക്ക് പോയ ബിന്ദുമോൾ ചെന്നെത്തിപ്പെട്ടത് വീട്ടുജോലിക്കാരെ സപ്ലൈ ചെയ്യുന്ന ഒരു ഏജൻസിയിലായിരുന്നു. മതിയായ ഭക്ഷണമോ ശമ്പളമോ ഇല്ലാതെ പല വീടുകളിലായി മാറി മാറി ജോലി ചെയ്യേണ്ടി വന്ന ബിന്ദു മാനസികമായും ശാരീരികമായും തളർന്നുപോയ അവസ്ഥയിലാണ്. ബിന്ദുവിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ഈ ബന്ധുക്കൾ തന്നെ നമ്മോട് പങ്കുവയ്ക്കും. ബിന്ദു എത്ര മാസമായി പോയിട്ട്? 14 മാസമായി. 14 മാസം. ആരെ കൊണ്ടുപോയത്? ഫൈസൽ തലശ്ശേരി. നിങ്ങളെവിടുത്തുകാരാ? ഞങ്ങള് കടുത്തിരുത്തി, കോട്ടയം ജില്ലയിൽ. ഈ ഫൈസൽ എവിടുത്തുകാരനാ? തലശ്ശേരിക്കാരനാ? അതെ. അദ്ദേഹമാണ് കൊണ്ടുപോയത്? കൊണ്ടുപോയത്. എത്ര രൂപ കൊടുത്തു? രൂപ അങ്ങനെ ആവശ്യപ്പെട്ടില്ല. എന്നാലും 10-50,000 രൂപ അടുത്ത് ചെലവുണ്ട്. ചെലവായി. അപ്പം ബ്ലേഡിൽ നിന്നൊക്കെ മറ്റുള്ള സാമ്പത്തികമൊന്നുമില്ല. 13 സെന്റ് മാത്രമേ ഉള്ളൂ. കൂലിപ്പണി എടുത്താ ജീവിക്കുന്നത്. 5 ലക്ഷം രൂപ വീട്ടിൽ കടമുണ്ട്. അപ്പൊ അത് ആ കടമൊന്ന് കൊടുക്കാന്നും പറഞ്ഞാ വിട്ടത്. എന്തിന് 43 വയസ്സോടെ ഉണ്ട്. മക്കള് 3. അപ്പൊ ഒരു 2 കൊല്ലം നിൽക്കാമെങ്കിൽ കടമൊക്കെ വീട്ടാം എന്നും പറഞ്ഞാണ് വീട്ടിൽ വന്ന് ചോദിച്ച് ഒരു വൈകുന്നേരമാണ് കയറി വന്നത്. അപ്പോൾ പറഞ്ഞ് എന്ന പോലെ അവിടെ ഒരു കുഴപ്പമില്ല, നല്ല സുഖമാണ്. അപ്പം നോയമ്പ് കാലമായിരുന്നു. അപ്പോൾ ഈ 1 മാസത്തിന് ഇച്ചിരി ബുദ്ധിമുട്ട് വരും, പിന്നെ കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടുന്ന് കൊണ്ടുപോയിട്ട് ഒരു 3 ദിവസം പിന്നെ ഇവിടുത്തെ പൈസ ഉണ്ട്, പിന്നെ 10,000 രൂപ അടുത്ത് ഇവിടുത്തെ പൈസ ഉണ്ട്. ആ പൈസ വെച്ച് അവിടെ വെള്ളം പോലും മേടിച്ച് കുടിക്കാൻ പറ്റുകയില്ല. വിട്ട് ചോദിക്കാനും അറിയാനും ആങ്ങി കാണിച്ചാലും മതി, വെള്ളം വേണമെന്നും പറഞ്ഞു. ഈ 1 ദിവസം കൊണ്ട് കുവൈറ്റിൽ ചെന്ന് അവിടെ ചെന്നിട്ടും ഒരു നേരത്തെ ഭക്ഷണം പോലും മേടിച്ച് കൊടുത്തില്ല ഇവർ ആരും. അവിടുന്ന് ഈ ബോംബെയിൽ നിന്ന് കൊണ്ടുപോയ ഏജൻറ്റ് ഭക്ഷണം പോലും മേടിച്ച് ചോദിച്ചുമില്ല. അങ്ങനെ 3 ദിവസം ആഹാരവും കഴിച്ചില്ല, പിന്നെ വെള്ളം പോലും കുടിച്ചില്ല. 4-ാമത്തെ ദിവസം അവിടെ പിന്നെ അവിടുന്ന് കുവൈറ്റിൽ നിന്ന് സൗദിയിലേക്ക് കൊണ്ടിറക്കി. അവിടെ എന്നുവെച്ചാൽ ഒരു ഓഫീസിലാണ്. അവിടെ ചെന്നിട്ടാണ് വെള്ളം വരെ അവർ ഭക്ഷണം ഒരു നേരത്തെ ബ്രെഡ് ഏതാണ്ടൊക്കെ കൊടുത്ത്. അങ്ങനെ എന്നുവെച്ചാൽ അവിടെ ചെന്നുവെച്ച് 3 ദിവസം വൈകുന്നേരം ഒരു കഷ്ണം ബ്രെഡ് അല്ലാതെ കൊണ്ട് വേറെ വെള്ളവും ഇതല്ലാതെ കൊണ്ട് 2-3 ദിവസം ഭക്ഷണം പോലും ഇല്ലായിരുന്നു. എന്നുവെച്ചാൽ ഒരു 3 മാസം കഴിഞ്ഞാണ് ഇങ്ങോട്ട് വിളിക്കുന്നത്. അവിടുത്തെ ഇങ്ങോട്ട് കോളൊന്നും വിളിക്കാൻ പറ്റിയല്ലോ. എന്നാലും പറഞ്ഞ് എനിക്കിവിടെ ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഭക്ഷണമില്ല. ഇപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞ് ഈ 1 മാസത്തിന് ഇടയ്ക്ക്
4ാമത്തെ വീട്ടിലാണ് എന്നെ കൊണ്ടുപോയത്. ഈ 4 വീട്ടിലും ചിലപ്പോൾ ചില വീട്ടിൽ ഭക്ഷണം കിട്ടുകയില്ല. പിന്നെ ഒരു തള്ളനെ നോക്കാൻ ചെന്നിട്ട് ആ തള്ള അടിക്കുകയൊക്കെ ചെയ്തെന്ന് പറഞ്ഞു. എന്നുവെച്ചാൽ പിന്നെ ഓഫീസിലേക്ക് വിളിച്ച് പിന്നെ പറഞ്ഞ് പിന്നെ അവിടുന്ന് ഇപ്പോൾ 26ാമത്തെ വീട്ടിലാണ് ഇപ്പോൾ പോയി നിൽക്കുന്നത്. ഭക്ഷണമൊന്നും ഇപ്പോൾ ശുഭമില്ല. പിന്നെ ഇന്നലെയും കൂടെ വിളിച്ച് ഞാൻ പണിക്ക് പോയിട്ട് വന്നിട്ട് ഒരു 4 മണിയായപ്പോൾ വന്നു. അന്നേരം വിളിച്ചായിരുന്നു. അപ്പോൾ പറഞ്ഞു ഒരു കഷ്ണം ബ്രെഡ് മാത്രമേ. അവിടുന്ന് ഇപ്പോൾ ഇരുന്ന വീട്ടിൽ നിന്ന് വേറെ ഒരു വീട്ടിലേക്കാണ്, അവരുടെ ബന്ധുവീട് തന്നെ, അങ്ങോട്ട് കൊണ്ടുപോയി. എന്നുവെച്ചാൽ ഇതുവരെ ഭക്ഷണം കഴിച്ചില്ല, ഒരു ബ്രെഡ് മാത്രമേ കഴിച്ചുള്ളൂ. എനിക്ക് ഭയങ്കര വിഷമമാണ്. എന്നാ ചെയ്യുന്നത്? ദേഹത്തൊക്കെ അതുപോലെ തന്നെ ഇങ്ങനെ വട്ടം ഇങ്ങനെ പൊള്ളി ഇങ്ങനെ ഒരു അസുഖമാണെന്ന് തോന്നുന്നു ഈയിടെ. എന്നുവെച്ചാൽ ഒരു മാസത്തോടെ ആയി. എന്നിട്ട് ആശുപത്രിയിൽ കൊണ്ടുപോകാനോ ഗുളിക മേടിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ ഓണത്തിൻ്റെ തല ആഴ്ച തന്നെ അമ്മയ്ക്ക് സുഖമില്ലായിരുന്നു. മെഡിക്കൽ കോളേജിലായിരുന്നു, കോട്ടയം മെഡിക്കൽ കോളേജ്. അന്നേരം വിളിച്ച് എളുപ്പം കൂടില്ലായിരുന്നു. അന്നേരം വരാൻ പറഞ്ഞ് ബൈസലിനെ വിളിച്ച് പറഞ്ഞിട്ട് അവൻ വിട്ടില്ല. അന്നേരം അത് കഴിഞ്ഞാണ് സ്റ്റേഷനിലേക്ക് പരാതി കൊടുത്ത് SIക്ക് ആദ്യം കൊടുത്ത്. അന്നേരം SI പിന്നെ 2 ദിവസം കഴിഞ്ഞ് വരാം, ഒരു ദിവസം നാളെ വരാൻ പറഞ്ഞു. ഞങ്ങൾ എന്നിട്ട് വിളിച്ചേക്കാമെന്നാണ് പറഞ്ഞത്. എന്നിട്ട് ഞങ്ങൾ 2 ദിവസം നോക്കി എന്നിട്ടും കണ്ടില്ല. പിന്നെ 3ാമത്തെ ദിവസം ഞങ്ങൾ ചെന്ന് അവിടെ ചെന്നപ്പോൾ SI അവധിയാന്ന് പറഞ്ഞു. പിന്നെ സർക്കിളിന് കൊണ്ട് കൊടുത്ത്. സർക്കിളിന് കൊണ്ട് കൊടുത്തേച്ച് സർക്കിൾ പറഞ്ഞ് പിന്നെ SIക്ക് കൈമാറിയിട്ടുണ്ട്, താഴ്ചെല്ലാം പറയും. എന്നുവെച്ചാൽ SI അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ASI ആണെന്ന് തോന്നുന്നു. എനിക്ക് ഇച്ചിരി പഠിത്തക്കുറവുണ്ട്. അപ്പോൾ ASI ആണെന്ന് തോന്നുന്നു. അന്നേരം പിന്നെ ഏജൻറ്റിന് വല്ല പൈസ കൊടുത്തോന്ന് ചോദിച്ചു. ഇല്ലെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ വിളിച്ച് ചോദിച്ചിട്ട് ഏജൻറ്റ് പറയുന്നത് 2 ലക്ഷം രൂപ വേണം, അന്നെങ്കിലും കയറ്റി വിടുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞു. അന്നേരം ഞാൻ ഈ ഏജൻറ്റ് പിന്നെ കൊണ്ടുപോയപ്പോൾ പൈസ വല്ല ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചിട്ട് രാജു 10 പൈസ പോലും വേണ്ട പിന്നെ എന്നാ പറഞ്ഞത്. ഒക്ടോബർ മാസം 4-ാം തീയതി ഞങ്ങൾ കടുത്തുരുത്തി സർക്കിളിന് പരാതി കൊടുത്തായിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞ് പിറ്റേ ദിവസം ഞങ്ങൾ ചെന്നാൽ പറഞ്ഞ് SIയുടെ അടുത്ത് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്, അവിടെ വരെ ചെല്ലാൻ പറഞ്ഞു. ഞങ്ങൾ SIയുടെ എന്ന് ചോദിച്ചും പറഞ്ഞ് ഫൈസൽ ആയിട്ട് ഏജൻറ്റ് മുഖേന നിങ്ങൾ എങ്ങനെ പോയി, പൈസ കൊടുത്താണോ പോയെന്ന് ചോദിച്ചു. അപ്പോൾ ഇത് ഫ്രീ വിസയിലാണ്, അപ്പം ഫ്രീ വിസയിലാണെന്ന് പറഞ്ഞായിരുന്നു. അത് കഴിഞ്ഞ് SI പറഞ്ഞ് ഞങ്ങൾ വിളിച്ച് ചോദിക്കട്ടെ, 2 ദിവസം കഴിഞ്ഞ് വരാൻ പറഞ്ഞു. അങ്ങനെ ഒരു 3-4 ദിവസം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വീണ്ടും ചെന്നപ്പം SI പറഞ്ഞത് ഞങ്ങൾ വിളിച്ചായിരുന്നു, അപ്പോൾ നിങ്ങൾ ഫ്രീ വിസയിലാണ് ഈ ബിന്ദുവിനെ കൊണ്ടുപോയിരിക്കുന്നത്. അങ്ങനെ വിസല്ല, അറബികൾ കൈക്കൂലി കൊടുത്തെടുക്കുന്നതാ. അപ്പോൾ അതുകൊണ്ട് ഇത്രയും പൈസ തന്നാൽ സെറ്റിൽ ചെയ്താൽ തിരിച്ചാളെ കൊണ്ടുവരാന്നാണ് SI പറഞ്ഞത്. ബിന്ദു പറഞ്ഞത് അവിടെ പിന്നെ അവിടെ ചെന്ന് കഴിഞ്ഞ് NRI സെല്ലിൽ പോയിട്ട് അവിടെ SP ഉണ്ട്, അദ്ദേഹത്തിന്റെ പരാതി കൊടുക്കും. ഇവിടുന്ന് പറഞ്ഞാച്ചാന്ന് പറഞ്ഞു. 14 മാസമായിട്ട് 4 മാസമായിട്ട് ശമ്പളം കിട്ടുന്നില്ല. അല്ല, തിരുവനന്തപുരത്ത് NRI സെല്ലുണ്ട്, അവിടെ ഒരു SP ഉണ്ട്, അദ്ദേഹത്തിന് പോയിട്ട് പരാതി കൊടുക്കുമ്പോൾ കൊടുക്കുക. ഇത് ഞങ്ങൾ ഇവിടുന്ന് പ്രവാസലോകം കൈരളി എന്ന് പറഞ്ഞയച്ചതാണ്, PT കുഞ്ഞോമു പറഞ്ഞിട്ടാണ് വരുന്നത് എന്ന് പറയാം. മനസ്സിലായില്ലേ? എന്നിട്ട് എന്താണെന്ന് നോക്കാം. അതുകൂടാതെ ഞങ്ങൾ അവിടെ ഇപ്പൊ ഇവർ റിയാദിലാണ്, അബഹയിലാണ്. അവർക്ക് ആളുകളുണ്ട് അവിടെ. നോക്കാം, അബഹയിലും ആളുകളുണ്ട്. അബഹയിലെ പ്രവാസലോകം പ്രവർത്തകരോടുള്ള അഭ്യർത്ഥനയാണത്. ഇത് ഇപ്പോൾ ഈ അടുത്ത കാലത്തായിട്ട് കൈരളി TV കാണുന്ന ആളുകൾക്ക് ഒരു കാര്യം ബോധ്യപ്പെടും. ഇത്തരത്തിൽ മനുഷ്യക്കടത്തിന് വിധേയരാകുന്ന നിരവധി സ്ത്രീകളുടെ കഥയാണ് നമ്മൾ അവതരിപ്പിക്കുന്നത്. ഇതിന് ഒരു സമാന സ്വഭാവങ്ങളെ എല്ലാ കടത്തിലും കാണാം. ചില ഏജന്റുമാരും അവിടെയുള്ള അറബികളും ചേർന്ന് നടത്തുന്ന ഒരു ഗൂഢാലോചനയും ഒരു തട്ടിപ്പുമാണിത്. നിയമം ലംഘിച്ചുകൊണ്ടാണ് ഈ ആളുകളെ കൊണ്ടുപോകുന്നത്. ഫ്രീ വിസ എന്നൊക്കെ നുണ പറയാണ്. ഇത് നിയമവിരുദ്ധമായിട്ടുള്ള വിസകളാണ് ഇവരെടുക്കുന്നത്. അതായത് ഈ മൈഗ്രേഷനെ മറികടന്നുകൊണ്ടുള്ള റിക്രൂട്ട്മെൻ്റാണ് ഈ നടത്തുന്നത്. ഇതിന് അവിടുത്തെ അറബികളും ഇവിടുത്തെ ഏജന്റുമാരും കൂടിച്ചേർന്നുകൊണ്ട് നടത്തുന്ന ഒരു തട്ടിപ്പാണ്. അതിൽ വിധേയരാകുന്നത് പാവപ്പെട്ട സ്ത്രീകളാണ്. അതുകൊണ്ട് അവരെ സംരക്ഷിക്കേണ്ട ചുമതല നമുക്കെല്ലാവർക്കുമുണ്ട്. അബഹയിലെ പ്രവർത്തകർ ഈ സ്ത്രീയുടെ നമ്പറും എല്ലാം ഞങ്ങൾ തരുന്നുണ്ട്. അവരെ ബന്ധപ്പെട്ട് കഴിയുന്നത് എംബസിയിൽ എത്തിച്ച് നാട്ടിലേക്ക് എത്തിക്കണം എന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്. ബിന്ദുവിനോട് പറയാനുള്ളത്,
കഴിയുന്നതും വേഗം എംബസിയുമായിട്ട് എങ്ങനെയെങ്കിലും ബന്ധപ്പെടാൻ കഴിയുമെങ്കിൽ ബന്ധപ്പെട്ട് നാട്ടിലേക്ക് വരാനുള്ള ഒരു ശ്രമം നടത്തണം. ഞങ്ങളെല്ലാ സഹായങ്ങളും നിങ്ങൾക്ക് ചെയ്യുന്നുണ്ട്. ഞങ്ങളുടെ പ്രവർത്തകർ നിങ്ങളെ സഹായിക്കാൻ വരും. ഇത് എല്ലാവരോടും കൂടിയുള്ള ഒരു അഭ്യർത്ഥനയാണ്. ഇത്തരത്തിലുള്ള നിയമവിരുദ്ധമായിട്ടുള്ള ജോലി തേടിപ്പോകലിൽ നിന്ന് മലയാളി വിരമിക്കണം എന്നാണ് അഭ്യർത്ഥിക്കാറുള്ളത്. പ്രത്യേകിച്ച് വിദ്യാഭ്യാസമില്ലാത്ത സ്ത്രീകളാണ് ഇതിലധികം കുടുങ്ങിപ്പോകുന്നത്. വീട്ടുതൊഴിലിൽ എന്ന് പറഞ്ഞ് തങ്ങളുടെ സ്വന്തം ജീവിതത്തിൻ്റെ പ്രാരാബ്ധങ്ങളും കഷ്ടപ്പാടുകളും മറികടക്കാൻ വേണ്ടിയാണ് അവർ പോകുന്നത്. അവരെ നമുക്ക് കുറ്റം പറയാനൊന്നും പറ്റില്ല. പക്ഷേ ഈ കൊണ്ടുപോകുന്ന ആളുകൾ പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള ഒരു ഗൂഢസംഘത്തിൻ്റെ ഭാഗമായിട്ടാണ് എന്നുള്ളതാണ്. നിയമം ലംഘിച്ചുകൊണ്ട് അവിടുത്തെ അറബികളും അവിടുത്തെ ഒരു സംഘവും എല്ലാം കൂടി ചേർന്ന് നടത്തുന്ന അതിഗുരുതരമായിട്ടുള്ള ഒരു പരിപാടിയാണ് ഈ വീട്ടുജോലിക്ക് ആളെ കടത്തുന്നത്. അത് കഴിയുന്നത് വേഗം ഗവൺമെൻറ്റുകൾ ഇടപെട്ട് നിരോധിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. സൗദി ഗവൺമെൻറ് ആയാലും ശരി, ഇന്ത്യ ഗവൺമെൻറ് ആയാലും ശരി, ഇതിനെതിരെയുള്ള ശക്തമായ നടപടികളുമായി മുന്നോട്ട് വന്നാൽ മാത്രമേ കഴിയുള്ളൂ. ഇത് സെൻട്രൽ ഗവൺമെൻറ്റാണ് ഈ കാര്യങ്ങൾ ചെയ്യേണ്ടത്. സംസ്ഥാന ഗവൺമെൻറ്റിന് സെൻട്രൽ ഗവൺമെൻറ് മേൽ സമ്മർദ്ദം ചെലുത്താനുള്ള ഒരു ഇത് മാത്രമേ ഉള്ളൂ. അത് ചെയ്യുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. നിങ്ങളിപ്പോൾ ഞങ്ങളൊന്ന് ക്ഷമിക്കട്ടെ കേട്ടോ. വർക്കല സ്വദേശിയായ ഷഹർ വിവാഹമോചനം പോലും ചെയ്യാതെ മറ്റൊരു വിവാഹബന്ധം തേടിപ്പോയപ്പോൾ അനാഥരായത് ഭാര്യ റസിയയും ഈ മകനുമാണ്. ചിലവിന് പോലും വഴിയില്ലാതെ മകന്റെ വിദ്യാഭ്യാസത്തിന് വേണ്ടി കഷ്ടപ്പെടുന്ന റസിയ ഭർത്താവിന്റെ തിരിച്ചുവരവും കാത്തിരിക്കുകയാണ്. ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ നമുക്ക് റസിയോട് തന്നെ ചോദിച്ചറിയാം. അബുദാബിയില് 11 വർഷമായി. 11 വർഷം. 11 വർഷമായി. ഈ മകനുണ്ട് ഇപ്പൊ ഈ മകന് ആദ്യത്തെ ബന്ധത്തിൽ കല്യാണം കഴിച്ചെടുത്ത കല്യാണം കഴിഞ്ഞിട്ട് 11 വർഷമായി. 2 വർഷം കഴിഞ്ഞപ്പോ ഷഹർ പോയി. ഷഹർ 9 മാസം കഴിഞ്ഞപ്പം തന്നെ പോയി. 10-25 പവന് സ്വർണ്ണം ഉണ്ടായിരുന്നു. അതെല്ലാം നേരം 9 മാസം കൊണ്ട് തന്നെ അതെല്ലാം തീർത്തിട്ടുണ്ടായിരുന്നു. ഇല്ല, മദ്യപാനം ഇല്ല. അപ്പൊ 10 വർഷം നാട്ടിൽ 5 വർഷം കഴിഞ്ഞിട്ടാണ് പിന്നെ നാട്ടിലേക്ക് വരുന്നത്. അപ്പൊ ഇവന് 5 വയസ്സ്. എൻ്റെ അടുത്ത് വന്നപ്പോ പറഞ്ഞ് പിന്നെ എൻ്റെ കഷ്ടപ്പാട് അന്നേരം എനിക്ക് ആദ്യത്തെ ബന്ധത്തിൽ ഒരു മോളുണ്ടായിരുന്നു. അവള് ഇവനെയും കൊണ്ട് ഞാൻ ഒരുപാട് കഷ്ടപ്പാട് സഹിച്ചതിന് ശേഷം എന്നോട് പറഞ്ഞു, ഞാൻ ഇതൊന്നും അറിയില്ല, നീ കഷ്ടപ്പെട്ടതൊന്നും. അവിടെ പാകിസ്ഥാനികൾ ഒരു ഗുളിക കൊണ്ടുവരുമ്പോൾ 6000 റുപ്യ വിലയില്ല, അത് കുടിച്ചിട്ടാണ് ഞാനെല്ലാം മറന്നിട്ട് ജീവിക്കുന്നത്. അപ്പം വീട്ടുകാരറിയാതെ എന്നെ കല്യാണം കഴിച്ചത്. പിന്നെ അതപ്പോൾ വീട്ടുകാരൊന്നും അറിയാത്തതിൻ്റെ ആ ടെൻഷൻ കൊണ്ട് ഈ മരുന്ന് കഴിച്ചിട്ടാണ് ജീവിച്ചത്. അപ്പം ഞാൻ പറഞ്ഞു, ആ 6000 റുപ്യ ഉണ്ടെങ്കിൽ എനിക്ക് അയച്ചിട്ടുണ്ടെങ്കിൽ ഞാനും കുഞ്ഞും ജീവിക്കില്ലെന്ന് പറഞ്ഞപ്പം പറഞ്ഞ്, അതെനിക്ക് ഓർത്തില്ല, ഞാൻ അന്നേരം എൻ്റെ ടെൻഷൻ മാത്രമേ ഓർത്തുള്ളൂ എന്ന് പറഞ്ഞു. പിന്നെ പോയതിന് ശേഷം നന്നായിട്ട് എന്നെയും കുഞ്ഞിനെയും നോക്കിയിട്ടുണ്ടായിരുന്നു, ചെലവിനൊക്കെ തന്നു. ഇതിൻ്റെ 2015 മെയ്യിൽ ഉമ്മാക്ക് ഹാർട്ടിൻ്റെ ബൈപ്പാസ് ഓപ്പറേഷന് വേണ്ടിയിട്ട് നാട്ടിൽ വന്നതാണ്. വന്നിട്ട് അപ്പോൾ ഉമ്മ ഇവിടെ കല്യാണം, അപ്പോൾ ഇവനെയും കാണണമെന്ന് പറഞ്ഞ് ഉമ്മാനെ പോയി ഞാനും ഇവനൊക്കെ കണ്ടതിന് ശേഷം ഉമ്മാക്ക് മോനെ കൊണ്ട് വേറെ കെട്ടിക്കണമെന്ന്. അതപ്പോൾ എന്നോട് പറഞ്ഞ്, എൻ്റെ സമ്മതപത്രം വേണം എൻ്റെ പള്ളിക്ക് കല്യാണം കഴിക്കാൻ. അവൻ സമ്മതപത്രം തരാം, എനിക്കും കുഞ്ഞിനും ചെലവിന് തരുമെന്നുള്ളൊരു പത്രം എനിക്ക് എഴുതി തന്നാൽ ഞാൻ സമ്മതിച്ചു തരാമെന്ന് പറഞ്ഞു. അത് തരൂല. അങ്ങനെ പിന്നെ ഫോണ് വിളിയുമില്ല, ഒന്നുമില്ലാതെയായി. ഇവിടുന്ന് മെയ് 31, 2015 31 നാട്ടിലേക്ക് പോയി, ഗൾഫിലേക്ക് പോയി. പിന്നെ മാർച്ചിൽ വന്നിട്ട് രജിസ്റ്റർ കഴിച്ചു ഏതോ കുടുംബത്തിലുള്ള ഒരു പെണ്ണിനെ. കഴിഞ്ഞ കൊല്ലം മാർച്ചിൽ വന്നിട്ട് കല്യാണം കഴിച്ച്, എന്നിട്ട് ഈ മാർച്ചിൽ കഴിച്ചിട്ട് ഈ ജൂലൈയിൽ കല്യാണവും കഴിച്ചിട്ട് പോയി. ഓളയും കൊണ്ട് പോയി ഗൾഫിലേക്ക്. 9 മാസമായി. നമുക്ക് ഒന്നും ചെലവിനും ഇല്ല, ഒന്നിനുമില്ല. വാടക വീടാന്ന്, അത് ഇറങ്ങിക്കൊടുക്കണ്ട വന്ന്. ഇപ്പോൾ ഒരു അനാഥാലയം പോലത്തെ ഒരു സ്ഥലത്ത് താമസിക്കാം. പിന്നെ ഗവൺമെൻറ് സ്കൂളിലേക്ക് മാറ്റി. ഇയാളെ കല്യാണം കഴിക്കുന്നത് അയാളുടെ കുടുംബം അറിയാണ്ടാന്ന്. 5 വർഷം കഴിഞ്ഞപ്പോ ഇവൻ ജനിച്ചപ്പോ അത് അവിടുത്തെ പള്ളിയിലെ കടലാസൊക്കെ കൊണ്ടു തന്നു എനിക്ക്. അല്ല, നിങ്ങൾ ഈ വീട്ടുകാരറിയാതെ എങ്ങനെ നിങ്ങൾ സമ്മതിച്ചു?
നിങ്ങളൊരു വിവാഹം കഴിച്ച് ഒരു മകളുള്ള ആളാണ്. അതെ. ആ എന്നോട് പറഞ്ഞു എന്റെ മകളുള്ള ആള് വീട്ടുകാരെ വേറെ വിവാഹം കഴിക്കുമ്പോ ആ ഭർത്താവിന് എന്ത് സംഭവിച്ചു? ആ ഭർത്താവ് മരിച്ചുപോയതാണ്. മരിച്ചുപോയത്. അതിലൊരു മകളുണ്ടായി. മകളുണ്ട്. അപ്പൊ ഈ വന്ന ഷഹർ എന്ന് പറയുന്ന ആളുടെ കുടുംബമായിട്ട് നിങ്ങൾ ആലോചിച്ചിട്ടില്ല? ഇല്ല, കുടുംബമായിട്ട് ആലോചിച്ചിട്ടില്ല. നമ്മള് ഫോണിലൂടെ പരിചയപ്പെട്ടിട്ടാണ് ഇതായത്. അപ്പൊ പള്ളിക്കാരെ എല്ലാം കൊണ്ടു തന്നു, സമ്മതപത്രവും സ്റ്റാമ്പ് പേപ്പറും എല്ലാം എൻ്റെ പള്ളിക്ക് ഏൽപ്പിച്ച്. എന്താവട്ടെ, നിങ്ങളിപ്പോൾ കഴിഞ്ഞുപോയ കാലഘട്ടത്തിനെ കുറിച്ചിട്ട് നിങ്ങൾ ഇയാളെ കുറിച്ചൊന്ന് അന്വേഷിക്കേണ്ടതും കുടുംബമൊക്കെ ആയിട്ട് അവർ അതിന് ശേഷം നിങ്ങൾ ആ കുടുംബമൊക്കെ ആയിട്ട് അടുത്തു. അതിനുശേഷം മക്കളെല്ലാം കൊണ്ടുപോക്കും, ഇതെല്ലാം ഉണ്ട്. പിന്നെ ഉമ്മാക്ക് വേറെ കല്യാണം കഴിപ്പിക്കണമെന്ന് മോനെ കൊണ്ട്, അത് കഴിച്ചോട്ടെ എന്ന് പറഞ്ഞു. നിങ്ങൾ ആവശ്യം എന്താ? ഇയാളായിട്ട് ജീവിക്കണമെന്നില്ല. കുഞ്ഞിന് ഇല്ല, അയാളെ ആവശ്യമാണ്. എനിക്ക് എന്റെ കുഞ്ഞിന് ജീവിക്കാനുള്ള ചെലവിന്റെ പൈസ വേണം. സ്വർണം തിരിച്ചു തരണം. നിങ്ങൾ അബുദാബിയിൽ പുതിയ ഭാര്യ സമേതം കഴിയായിരിക്കും. ഒരു വർഷമാണ് നിങ്ങൾ പുതിയ വിവാഹം കഴിച്ചിട്ട് ഒരു സന്തുഷ്ട കുടുംബമായിട്ട് കഴിയായിരിക്കും എൻ്റെ ഈ പ്രോഗ്രാം നിങ്ങളിലേക്ക് എത്തുമ്പോൾ. നിങ്ങളുടെ ആദ്യ ഭാര്യയും മകനും എൻ്റെ മുന്നിലിരിക്കുന്നുണ്ട്. അനാഥാലയത്തിൻ്റെ ഓരങ്ങളിലൂടെ കടന്നു പോകുന്ന ജീവിതവുമായിട്ടാണ് അവരെൻ്റെ മുന്നിലിരിക്കുന്നത്. ഒരു പ്രത്യേക ഘട്ടത്തിലാണ് അവരെ നിങ്ങൾ വിവാഹം കഴിക്കുന്നത്. ദീർഘകാലം ഒരു തരത്തിലുള്ള സഹായങ്ങളും നിങ്ങൾ അവർക്ക് നൽകിയിട്ടില്ല. പിന്നീട് നിങ്ങൾ പശ്ചാത്തപിച്ച് നാട്ടിൽ വന്ന നിങ്ങൾ പിന്നീട് കൃത്യമായിട്ട് അവരെ സഹായിച്ചു എന്ന് അവർ സാക്ഷ്യപ്പെടുത്തുന്നു. പിന്നീട് വന്ന നിങ്ങൾ കുടുംബക്കാരുടെ നിർബന്ധത്തിനോ അതോ നിങ്ങളുടെ ആവശ്യത്തിനോ വേണ്ടി മറ്റൊരു വിവാഹത്തിന് ഇവരുടെ സമ്മതപത്രം ചോദിക്കുകയാണ് ചെയ്തത്. അവരപ്പോഴും എതിർപ്പ് പറഞ്ഞില്ല. നിങ്ങൾക്ക് വിവാഹം കഴിക്കാം, എൻ്റെ കുട്ടിയെ ജീവിതത്തിന് എന്തെങ്കിലും തരണം എന്നൊരു ഭിക്ഷാടനം മാത്രമാണ് നടത്തിയത്. ആ ഭിക്ഷാടനം നിങ്ങൾ പൂർണ്ണമായി തിരസ്കരിക്കുകയും നിങ്ങൾ അവരെ അതിനുശേഷം പരിഗണിക്കാതിരിക്കുകയും ചെയ്യുന്ന കാഴ്ചയാണ് നമ്മളെ മുന്നിൽ അവതരിപ്പിക്കപ്പെടുന്നത്. അങ്ങനെയുള്ള ഒരവസ്ഥയിൽ നിങ്ങൾ വീണ്ടും വിവാഹിതനാവുകയും ആ പുതിയ വധുവുമായിട്ട് മധുവിധു ആഘോഷിക്കാനായിട്ട് അബുദാബിയിലെ നഗരത്തിലേക്ക് പോവുകയും ചെയ്തു. അവർക്ക് പരാതിയില്ല. പക്ഷെ തെരുവിലേക്ക് എറിയപ്പെട്ട തൻ്റെയും മകൻ്റെയും ജീവിതത്തിന് ചെറിയ പൈസ അയച്ചു തരണമെന്ന് മാത്രമാണ് അവർ അഭ്യർത്ഥിക്കുന്നത്. ഈ ന്യായമായ ഒരു അഭ്യർത്ഥന സത്യസന്ധമായിട്ടും നിങ്ങൾ സ്വീകരിക്കേണ്ടതാണ്. അവർ മറ്റൊന്നും പറയുന്നില്ല. നിങ്ങൾ പുതിയ ഭാര്യയായിട്ട് കഴിഞ്ഞുകൊള്ളുക, നിങ്ങൾ സുഖമായിട്ട് കഴിഞ്ഞുകൊള്ളുക, പക്ഷേ തെരുവിൽ ജീവിക്കുന്ന ഞങ്ങൾക്ക് എന്തെങ്കിലും തരണേ എന്ന് താണുകേണ് അപേക്ഷിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അത് ഷഹർ ചെയ്യണം എന്നുള്ളതാണ്. അതൊരു ന്യായമായ ഒരു സ്ത്രീയുടെയും പുത്രൻ്റെയും അഭ്യർത്ഥനയാണ്. അമിതമായിട്ട് അവരൊന്നും ആഗ്രഹിക്കുന്നില്ല. അവരുടെ കുട്ടിയുടെ വിദ്യാഭ്യാസം, അവരുടെ ഭക്ഷണം, എവിടെയെങ്കിലും കയറിക്കിടക്കാനുള്ള ഒരു ചെറിയ വാടക, ഇത് മാത്രമാണ് അവർ ചോദിക്കുന്നത്. അത് നിങ്ങൾ മാസം അയച്ചു കൊടുക്കണം ഷഹർ. അത് നിങ്ങളുടെ കടമയാണ്. നിങ്ങൾ തെരുവിലേക്ക് എറിയപ്പെട്ട 2 ജീവിതങ്ങളാണ് ഇവർ എന്ന് കൂടി നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങളിപ്പോൾ വളരെ മാന്യനായിരിക്കും, വലിയ ഭാര്യയുമായിട്ട് സിനിമയ്ക്കും മറ്റുമൊക്കെ പോയി വളരെ സന്തോഷവാനായിട്ട് ജീവിക്കുന്ന സന്ദർഭത്തിലായിരിക്കും ഈ പ്രോഗ്രാം വരുന്നത്. അതിലൊന്നും നിങ്ങൾ വിഷമിക്കേണ്ടതില്ല. അവരതിനൊന്നും എതിരുമല്ല നിങ്ങൾ അങ്ങനെ ജീവിച്ചുകൊള്ളുക. അവർ ചോദിക്കുന്നത് തുച്ഛമായ ഈ ഒരു ആവശ്യമാണ്. മനുഷ്യജീവിതത്തിൻ്റെ പരമായിട്ടുള്ള ചെറിയ ആവശ്യങ്ങളുണ്ട്. കുട്ടിയുടെ വിദ്യാഭ്യാസം, ഭക്ഷണം, കിടപ്പാടം. സ്വന്തമായ കിടപ്പാടമല്ല, വാടകയ്ക്കെടുക്കുന്ന കിടപ്പാടമാണ് അവർ ചോദിക്കുന്നത്. ഷഹർ, നിങ്ങൾ ഈ മനുഷ്യത്വപരമായിട്ടുള്ള ഇവരുടെ അഭ്യർത്ഥന മാനിക്കണം എന്നുള്ളതാണ്. ഷഹറിൻ്റെ സുഹൃത്തുക്കൾ, ഇത് കാണുന്ന ആളുകൾ ഷഹറിനെ പറഞ്ഞ് മനസ്സിലാക്കണം. അതുപോലെ തന്നെ ഇതിന്
ഷെഹറും തയ്യാറാകണം എന്നുള്ളതാണ്. പ്രവാസലോകം പ്രവർത്തകർ ഷെഹറിനെ കാണണം, ഇത്തരത്തിലുള്ള ഒരു നിലപാടിലേക്ക് അയാളെ കൊണ്ടുവരണം. ഈ കുടുംബത്തെ അനാഥമാക്കാതിരിക്കാൻ, തെരുവിൽ ഭിക്ഷയാചിക്കാതിരിക്കാൻ, ഈ കുടുംബത്തിലെ ഈ ചെറുപ്പക്കാരനായ ഈ മകൻ്റെ വിദ്യാഭ്യാസവും ഭക്ഷണവും കിട്ടുന്ന ഒരവസ്ഥയിലേക്ക് ആ കുടുംബത്തെ മാറ്റാൻ പ്രവാസലോകം പ്രവർത്തകർ ഷെഹറിൽ സ്വാധീനം ചെലുത്തണം, അദ്ദേഹത്തെ പറഞ്ഞ് മനസ്സിലാക്കണം എന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്. ഈ അഭ്യർത്ഥന മാനിക്കുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി ഈ അമ്മയെയും മകനെയും ഞാൻ തിരിച്ചയക്കും. ബിന്ദുമോളെ പോലെ നൂറുകണക്കിന് വീട്ടുജോലിക്കാരാണ് സൗദിയിൽ മോചനത്തിനായി കാത്തിരിക്കുന്നത്. ഇതിന് ഉത്തരവാദികളായ ഏജന്റുമാർക്ക് കർശനമായ ശിക്ഷ ലഭിച്ചാൽ മാത്രമേ ഈ സ്ത്രീകൾക്ക് മോചനമുണ്ടാവുള്ളൂ എന്ന മുന്നറിയിപ്പോടെ ഈ ആഴ്ചയിലെ UA എക്സ്ചേഞ്ച് പ്രവാസലോകം ഇവിടെ അവസാനിക്കുന്നു. അടുത്ത ആഴ്ച വീണ്ടും കാണാം.